ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ടു മൈ ബ്ലോഗ്. അപ്പോൾ ഇതാ നമ്മളൊരു ഈ ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇന്ന് കോട ഇറങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യമാണോ നുണയാണോ എന്നറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാടത്തേക്ക് പോവാണ്. നോക്കാം. ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ കോട. സത്യമായിട്ടും കോട ഇറങ്ങിയിട്ടുണ്ട്. കോട ഇറങ്ങി ഗൈസ്, കോട ഇറങ്ങി. എന്തൊരു സന്തോഷം. അതെനിക്ക് തോന്നിയത് ചെറുതായിട്ട് കോടമഞ്ഞിറങ്ങിയ ഒരു ഫീല് കണ്ടോ. നോക്കൂ, കോടമഞ്ഞ് കാണുക ഗൈസ്, കോടമഞ്ഞ്. ഇങ്ങനെയൊക്കെ കോടയുണ്ടാവോ നിങ്ങളുടെ നാട്ടിൽ? ഇവിടെയും വരും കോടമഞ്ഞ്. ഇതാ പതിയെ കണ്ടോ, കോട കണ്ടോ? കോട ശരിക്കും പറഞ്ഞത് രാവിലെ വരെയായിരുന്നെങ്കിൽ ഇതിൽ നന്നായിട്ട് കാണാമായിരുന്നു കോടമഞ്ഞിനെ നമുക്ക്. അപ്പം എന്തായാലും അടിപൊളിയായി ഗൈസ്. ഇപ്പം സൂര്യപ്രകാശം വന്നതോടുകൂടി കുറച്ചൊന്ന് കുറഞ്ഞു. പോകുന്ന വഴി കണ്ടോ, അവിടേക്ക് കണ്ടോ ഒരു ഇതായിട്ട് നിൽക്കുന്നത് കണ്ടോ. ശരിക്കും ആ ഒരു വിഷ്വൽസിൽ കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ. നോക്കൂ ഗൈസ്, നോക്കൂ കോട, നോക്കൂ കോട. ഇതിപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, സൂര്യപ്രകാശം വന്നുകൊണ്ട് ഇത്തിരി കുറവാണ്. പക്ഷെ എങ്കിലും ഇതൊരു കോടമഞ്ഞ് ഫീലിങ്. അപ്പം എനിക്ക് തോന്നുന്നതാ ആ സൈഡിലൊക്കെ കണ്ടോ. ഇത് ശരിക്കും നോക്കിയാൽ അപ്പോൾ ആ പറമ്പിലേക്കിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. നോക്കട്ടെ, താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. കേട്ടോ, ഒരു വല്ലൊരു മൂടിക്കെട്ടൽ പോലെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇല്ലേ, നമ്മൾ നോർമൽ കാണുന്ന പോലെ ഒരു വിഷ്വൽസ് അല്ല ഇപ്പോൾ കാണുന്നത്. കുറച്ചൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോടമഞ്ഞ് ഇറങ്ങിയെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇത് ഇത്തിരി സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് കോടമഞ്ഞ് ഇത്തിരി കുറഞ്ഞതാണ്. പക്ഷെ എങ്കിലും ഇവിടെ അത്യാവശ്യം കോട ഇറങ്ങുന്നൊരു സ്ഥലം തന്നെയാണ് ഗൈസ്. കോട അത് വെളുപ്പിനെ എടുക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ല മഞ്ഞുണ്ട് കേട്ടോ, കാര്യമായിട്ട് മഞ്ഞുണ്ട് ഈ ഭാഗത്ത്. അപ്പം മഞ്ഞിൻ്റെ ലക്ഷണം. പിന്നെ ഡിസംബർ ക്രിസ്മസ് ആവാൻ പോവാണ് ഗൈസ്. ക്രിസ്മസിന് ഏതാനും ദിവസങ്ങൾ, ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇതാ കോടമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു. ഇതൊരു സന്തോഷമാണ് ഗൈസ്. കോടമഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കോടമഞ്ഞ് ഇറങ്ങാറുണ്ട് സാധാരണഗതിയിൽ. വെളുപ്പിനൊക്കെ വരുവാണെങ്കിൽ, ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ കോടമഞ്ഞ് കാണാം. പാടത്തിൻ്റെ വക്കിലൊക്കെ ചെറുതായിട്ട് കണ്ടോ, ചെറുതായിട്ട് അവിടെ കാണാം. ആ ഭാഗത്ത് കണ്ടോ കോടയൊരു ശരിക്കൊരു കോടമഞ്ഞ്. ശരിക്കും ഇതിനൊരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ടോ കോടമഞ്ഞ്, കോട ഇറങ്ങി. അല്ല, കോട ഉണ്ടാവും. കാരണം വെച്ചാൽ ഈ സമയത്തല്ല, ശരിക്കും 6 മണി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത് ഏകദേശം ഇപ്പോൾ ഒരു മഞ്ഞ് ഫീലുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഒരു ഇത്തിരി മഞ്ഞ് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ കോടമഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. കോടമഞ്ഞ് ചെറുതായിട്ടേ ഉള്ളൂ. ഇനി നാളെ രാവിലെ നമ്മളിത് വെളുപ്പിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണും. ഇപ്പം ഇത്തിരി കുറഞ്ഞു വരുന്നുണ്ട്. കാരണം എന്നാലും കണ്ടോ ഒരു മൂടിക്കെട്ട് കണ്ടോ. സാധാരണ നമ്മൾ വിഷ്വൽസിൽ കാണുന്ന ഒരു ഇതല്ല, കുറച്ചൊരു മൂടിക്കെട്ടിയിട്ടാണ് നിപ്പ്. എന്തായാലും ഒരു സംഭവമല്ലേ ഗൈസ്, സംഭവം. ദേ നമ്മുടെ ബസ് ഇതാ മഞ്ഞിൽ നിന്നും ഇറങ്ങി വരുന്നു. ബസ്സിനെ കാണാനില്ല കണ്ടോ. ആ ഭാഗത്ത് കണ്ടോ, ഇതാ ബസ് വരുന്നു. ബസ്സിനെ കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? ബസ്സിനെ കാണുന്നുണ്ടോ? നമ്മുടെ മഹാദേവനെ കാണുന്നുണ്ടോ? ദേ അവൻ ഹോണടിച്ചു വരുന്നു. അവൻ എന്താ ഹോണടിച്ചു വരികയാണ്. അവൻ ഹോണടി രാശാനാണ്. നമ്മുടെ ചെക്കൻ വരുന്നു നമ്മുടെ ചെക്കൻ. യോ ആ ബസ് വരുന്ന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശരിക്കും കോടയുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബസ്സിനെ ശരിക്കും കാണാഞ്ഞത്. കണ്ടോ, മഞ്ഞിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് വെറുതെ ആയില്ല. എന്തായാലും അടിപൊളി. ഐ ആം ഹാപ്പി. ആ ബസ് വന്ന ഭാഗത്തൊക്കെ കോടയുണ്ട്. ഇപ്പം ഈ ഇങ്ങോട്ട് അകന്നൊക്കെ പോവാണ്. കാരണം ഇപ്പോൾ സൂര്യപ്രകാശം വന്നല്ലോ. ഇതിനൊക്കെ ചുറ്റും കോടമഞ്ഞുണ്ട്. ഞാൻ കാണിച്ചു തരാം. കോടമഞ്ഞിൻ ഹൊയ് സ്മോക്ക് വരട്ടെ.
ഇനിയിപ്പോൾ ഇവിടെയും കോടമഞ്ഞ് വരും ഗൈസ്, ശരിക്കും കോടമഞ്ഞ് വരും. ഞങ്ങളുടെ ഇവിടെയൊക്കെ കോടമഞ്ഞ്, ഈ പറമ്പിലൊക്കെ കോടമഞ്ഞ് കയറുന്നൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അത് കണ്ടോ, ഒരു ഡിഫറെൻറ്റ് വൈബില്ലേ, കണ്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഇല്ലേ? കണ്ടോ, ഒരു കാഴ്ചയിൽ കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ടാവും അല്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കോടമഞ്ഞ് ഇറങ്ങിയാലത്തെ അവസ്ഥ. ഞാൻ നേരത്തെ അവിടെ കാണിച്ചു, ഇത് കണ്ടോ, കോടയുണ്ട് പക്ഷെ എന്നാലും ഇപ്പം അകന്നകന്ന് പോയതാണ്. കാരണം ഇപ്പോൾ സൂര്യപ്രകാശം കണ്ടതിന് ശേഷമുള്ള ഒരു ഇതാണത്. എന്തായാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കോടമഞ്ഞ് കണ്ടു ഗൈസ്, കോടമഞ്ഞ്. കോടയുണ്ട് കേട്ടോ, ശരിക്കും കോട ഇപ്പോഴും ഉണ്ട്, കോട ഇറങ്ങിയിട്ടില്ല. നമ്മൾ ചേച്ചിയും ചേട്ടനും പോന്നു. അവരെങ്ങോട്ടേക്ക് പോകുന്നേ? കോട കാണാൻ പോകും. അടിപൊളി. അയ്യോ, കോടിയുണ്ട്, കോട്. ആംബിയൻസ് കൊള്ളാം കേട്ടോ.